കൊടകര ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും റാങ്ക് ലിസ്റ്റ് റദ്ദു ചെയ്യുക, കൊടകരയിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുക, പഞ്ചായത്തിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും കൊടകര ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെയും കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പഞ്ചായത്ത് ഓഫീസിന് സമീപം നടത്തിയ ധർണ KPCC സെക്രട്ടറി A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MK ഷൈൻ, സദാശിവൻ കുറുവത്ത്, വിനയൻ തോട്ടാപ്പള്ളി, കോടന നാരായണൻകുട്ടി, രഞ്ജിത്ത് VR, ബൈജു അറയ്ക്കൽ, ജോയ് ചെമ്പകശ്ശേരി, ബാബു കൊട്ടേക്കാട്ടുകാരൻ, PK അരുൺകുമാർ, ജോസ് കോച്ചക്കാടൻ, വേലായുധൻ CM, സിജോ മാത്തള, ജസ്റ്റിൻ ഡൊമിനിക്, പഞ്ചായത്ത് അംഗങ്ങളായ പ്രനില ഗിരീശൻ, ബിജി ഡേവിസ്, ഷീബ ജോഷി എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യത്തിനെതിരായിട്ടാണ് ഒരു പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വികാരത്തെയും താല്പര്യത്തെയും മാനിച്ചുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് മാതൃകാപരമായ രീതിയിൽ പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്കറിയാം, ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ കടമയാണ്. ഒരുപക്ഷെ പ്രതിഷേധമുള്ള സാധാരണക്കാര ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരില്ല. അവർക്ക് വേണ്ടി അവരുടെ നാമായി പിടിച്ചപ്പെട്ട റോഡിന്റെ കാര്യം പറയും. കേരളത്തിൽ റോഡാകെ നശിച്ച് അവിടെ പിടിക്കുക. ഉടനെ പഞ്ചായത്ത് റോഡുകൾ നോക്ക്. ഇവിടെ നികുതിപ്പണം തിരിച്ച് സർക്കാർ കൊടുത്തിട്ടല്ലാണ്ട് ഈ നികുതിപ്പണം എന്ത് ചെയ്യുന്നത്? ഇപ്പൊ പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട്. എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ട്? ഇവിടെ ചെക്കലിനെതിരെയും എല്ലാം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും ആൾക്കാർ മാത്രം തിരികെ കയറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മറ്റ് പല പ്രമുഖ നേതാക്കന്മാരുടെയും ബന്ധുക്കളെ തിരികെ കയറ്റി ആ റാങ്ക് ലിസ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നു. ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. കാരണം ഞങ്ങളുടെ അടുത്തേക്ക്, ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരുടെ അടുത്തേക്ക് നിരവധി അംഗനവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും വർക്കർമാരും വന്നു.